സുഖയാത്ര പ്രദാനം ചെയ്യുന്ന ശീതീകരിച്ചതും അല്ലാത്തതുമായ നിരവധി ബസ്സുകൾ സംസ്ഥാനത്തിനകത്തും പുറത്തുമായി കെഎസ്ആർടിസി സർവീസിനായി ഉപയോഗിക്കുന്നുണ്ട്. ഇത് ഈ ശ്രേണിയിലെ ഏറ്റവും പുതിയ അതിഥിയാണ്. സ്വീഡിഷ് നിർമ്മിതമായ സ്കാനിയ. ഒരു വിമാനത്തിലേതിന് സമാനമായ ഒന്നാംതരം പുഷ്പാക്ക് സീറ്റുകൾ. 1,04,00,000 രൂപ വിലയുള്ള ഈ ബസ് പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ബത്തേരിക്ക് തിരുവനന്തപുരത്ത് നിന്നും തിരിച്ചും സർവീസ് നടത്തുന്നത്. ഒന്നിടവിട്ട ദിവസങ്ങളിലാണ് സർവീസ്. ഈ ബസ്സിന് യാത്രക്കാരിൽ നിന്നും മികച്ച പ്രതികരണം ലഭിക്കുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ ബാംഗ്ലൂർ വരെ ഇതിന്റെ സർവീസ് നീട്ടുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ഉടൻ തന്നെ അതിന്റെ സർവീസ് ബാംഗ്ലൂർ വരെ നീട്ടുന്നതാണ്. ലാപ്ടോപ്പ്, മൊബൈൽ റീചാർജിംഗ് സംവിധാനം, സംഗീതവും സിനിമയും ആസ്വദിക്കാൻ 3 LCD സ്ക്രീനുകൾ, ഫയർ അലാം, തീ പടരാത്ത ഇന്റീരിയർ, ഏത് കൊടുംവളവും അനായാസം തിരിയാനുള്ള കഴിവ്, ഇതൊക്കെ ഈ മൾട്ടി ആക്സിൽ ആഡംബര ബസിന്റെ സവിശേഷതകൾ തന്നെ. ശീതീകരിച്ചതും കുലുക്കം ലവലേശമില്ലാത്തതുമായ ഈ ബസ്സിലെ യാത്ര ഹൃദ്യവും സുഖകരവുമാണെന്ന് യാത്രക്കാർ പറയുന്നു. വളരെ സൗകര്യപ്രദമായ യാത്രയാണ്. പിന്നെ സാധാരണ മറ്റുള്ള പ്രൈവറ്റ് ബസ്സിനെ അപേക്ഷിച്ച് വളരെ ചാർജ് കുറവാണ്, കംഫർട്ടബിൾ ആണ്, വളരെ സൗകര്യം. ഇത് ദീർഘദൂര സർവീസിനായി ഒരുക്കിയിട്ടുള്ള ഡീലക്സ് ശ്രേണിയിലുള്ള സിൽവർ ലൈൻ ജെറ്റ്. എയർ കണ്ടീഷൻഡ് അല്ലെങ്കിലും യാത്രക്കാർക്ക് മികച്ച സൗകര്യങ്ങളാണ് ഇതിലും വാഗ്ദാനം ചെയ്യുന്നത്. ഡബിൾ പുഷ്ബാക്ക് സീറ്റ്, മൊബൈൽ ലാപ്പ് റീചാർജിംഗ് പോയിന്റുകൾ, GPS നിയന്ത്രിതവും CCTV സംവിധാനവുമുള്ളതിനാൽ ബസിന്റെ സഞ്ചാരപഥവും ബസിനകത്തെ വിവരങ്ങളും തിരുവനന്തപുരത്തെ കൺട്രോൾ റൂമിൽ നിരീക്ഷിക്കാനാവും. സ്ത്രീകളടക്കമുള്ള യാത്രക്കാർക്ക് ഇത് ഏറെ സുരക്ഷിതത്വം നൽകുന്നു. ഇന്റർനെറ്റ് ഉപയോക്താക്കൾക്ക് 20 മിനിറ്റ് സൗജന്യ വൈഫൈ സംവിധാനവുമുണ്ട്. യാത്രക്കാരും തൃപ്തർ തന്നെ. ഞാൻ കോഴിക്കോട് പോകാൻ വേണ്ടി വന്നതാണ്. ഇപ്പോൾ ബാക്കിയുള്ള ബസ്സിലുള്ളതിനൊക്കെ ഈ സൗകര്യങ്ങൾ ഈ ബസ്സിലുണ്ട്. ഇപ്പോൾ സീറ്റായാലും പുഷ് ബാക്കാണ്, വൈഫൈ സൗകര്യമുണ്ട്, മൊബൈൽ റീചാർജ് ചെയ്യാനുള്ള എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. എന്തുവെച്ചും മറ്റുള്ള ബസ്സിനൊക്കെ എനിക്കിപ്പോൾ ഇത് മികച്ചതായിട്ട് തോന്നുന്നുണ്ട്. ഇവയെ കൂടാതെ നിരവധി വോൾവോ AC, നോൺ AC ബസ്സുകൾ യാത്രക്കാർക്കായി KSRTC ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും കേടായി വഴിയിൽ കിടക്കുന്ന പഴഞ്ചൻ ആനവണ്ടിയുടെ കാലം കഴിഞ്ഞു. നിരത്തിലാകെ മികച്ച ബസ്സുകൾ തന്നെ. നിലവിൽ 5.6 കോടി രൂപയാണ് KSRTCയുടെ മൊത്ത പ്രതിദിന വരുമാനം. ഇത് 7 കോടിയിലെത്തിക്കാനുള്ള കഠിന ശ്രമത്തിലാണ് ജീവനക്കാരും മാനേജ്മെന്റും. അരനൂറ്റാണ്ടുകാലമായി മലയാളിക്കൊപ്പം സഞ്ചരിക്കുന്ന KSRTC പ്രതിസന്ധികൾക്കിടയിലും കാലത്തിനൊപ്പം മാറുകയാണ്. ക്യാമറമാൻ D. സുനിൽകുമാറിനൊപ്പം CJ വാഹിദ്, ദൂരദർശൻ ന്യൂസ്, തിരുവനന്തപുരം.